സാറാണ് നമ്മൾ ഇന്ന് ഇന്റഗ്രേഷൻ ക്വസ്റ്റ്യൻസുകൾ ചെയ്യാൻ പോകുന്നത്. നമ്മുടെ സെക്കൻഡ് ടൈമിൽ മീൻസ് ക്രിസ്മസ് എക്സാമിന് ഏറ്റവും കൂടുതൽ പഠിച്ചിരിക്കേണ്ട ടോപ്പിക്കാണ് നമ്മുടെ ഇന്റഗ്രേഷൻ ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസുകൾ. കാരണം കൂടുതലും ഇന്റഗ്രേഷൻ ഉണ്ട്, ആപ്ലിക്കേഷൻസ് ഓഫ് ഡെഫിനിറ്റ് ഇന്റഗ്രൽ ഉണ്ട്, പിന്നെ ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് ഉണ്ട് എന്നൊക്കെ ആരാണ്ടൊക്കെ പറയുന്നുണ്ട്. എനിക്കറിയില്ല എന്ന് പല കുട്ടികളും പറയാറുണ്ട്. ഇതൊക്കെ നമുക്ക് പഠിക്കാനുള്ളതാണ് കേട്ടോ. അപ്പൊ ഇവനെ ആരുമേ എന്റെ നോട്ടത്തിൽ അത്രയൊന്നും ഒരുവിധം പഠിച്ചവരുടെ എണ്ണം വളരെ കുറവാണ്. അത് നിങ്ങളുടെ കുഴപ്പമെന്ന് ഞാൻ കൂടുതൽ പറയുന്നില്ല. കാരണം സ്കൂളിലും ഇത് പഠിപ്പിച്ച് തീർക്കേണ്ട ഒരു ആവശ്യം വരുമ്പോൾ വളരെ ഫാസ്റ്റ് ആയിട്ട് പോകും. അവർ കണ്ണടച്ച വണ്ടി വിട്ടുപോകും. നമ്മൾ ആരുമേ ഒന്നുമേ കാണാതായിരിക്കും യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു രക്ഷയില്ല. ഇനിയുള്ള ടൈം നിങ്ങൾക്ക് പഠിക്കാനുള്ളതാണ്. ഓക്കെ, ഈ ക്രിസ്മസ് എക്സാം കൂടെ കഴിയുമ്പോൾ നിങ്ങളുടെ പബ്ലിക് എക്സാമിന് വേണ്ടി പഠിക്കേണ്ട ടൈം സ്റ്റാർട്ട് ചെയ്യണം. ഓക്കെ, ഇവിടെ ആരൊക്കെ നമ്മളുടെ പദ്ധതി ഫെയിൽ ആവുന്നു മീൻസ് പാളിപ്പോന്നോ എക്സാമിന് പണി കിട്ടും. ഓക്കെ, ആരുമേ നിങ്ങൾ പുറകോട്ട് പോകരുത്. കട്ടകയെന്ന് മുന്നിൽ നിന്ന് തന്നെ പഠിച്ചോണം. ഓക്കെ, നമ്മുടെ ക്ലാസ് ഒക്കെ ഉണ്ട്, വേണേൽ ജോയിൻ ചെയ്യാം. മാത്സിനോ അല്ലെങ്കിൽ മറ്റുള്ള സബ്ജക്റ്റിനോ ഒന്നും പേടിക്കാതെ ഫുൾ മാർക്ക് കിട്ടുന്നുണ്ട്. എല്ലാ ക്ലാസ്സും കിട്ടും, നോട്ട്സ് കിട്ടും, ഇക്വേഷൻ ബുക്കിലെറ്റ് കിട്ടും, ക്വസ്റ്റ്യൻ പാക്കേജ് കിട്ടും. ഏതാണ് പഠിക്കേണ്ടത്, ഓരോ ചാപ്റ്ററിൽ ഏത് ക്വസ്റ്റ്യൻ ആണ് പഠിക്കേണ്ടത്, ഏത് ഓർഡറിലാണ്, എല്ലാം കിട്ടും. ഓക്കെ, ജോയിൻ ചെയ്യാൻ താഴെ തന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം, സ്റ്റാർട്ട് ചെയ്യാം. ഇന്നത്തെ നമ്മുടെ ഒരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റിസൾട്ട് ആണ് അതിന്റെ പ്രോബ്ലംസും. ഇത് ചോദിച്ചില്ലെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പർ ഇല്ല എന്ന് തന്നെ ഞാൻ പറയും. ഓക്കെ, ഇന്റഗ്രൽ റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ. ഓക്കെ, ഒന്ന് പറയാൻ നോക്കിക്കേ. ഇത് കണ്ടിട്ടുണ്ടോ എന്ന് തോന്നുന്നുണ്ട് അല്ലേ? ഇതൊക്കെ ഉണ്ടോ? ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ടായിരുന്നോ? അല്ലേ? ഉണ്ട് കേട്ടോ, ഉറപ്പായിട്ടും ചോദിക്കും. ഇത് നമ്മൾ 1/യുടെ പഠിക്കുന്നുണ്ട്, ഇങ്ങനെ 1/യുടെയും പഠിക്കുന്നുണ്ട് കേട്ടോ. ഞാനിപ്പോ 1/, ഇല്ല, 1/, ഇല്ലാതെ വെറും ന്യൂമറേറ്ററിലാണ് കേട്ടോ. റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ. ഇതിന്റെ ആൻസർ ഇതാ മോനെ, x/2 ഇൻറ്റു റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ പ്ലസ് a²/2 ഇൻറ്റു സൈൻ ഇൻവേഴ്സ് x/a. ഓ, ഇങ്ങനെയൊക്കെ ഇത്രയും വലുതായിരുന്നു, ഇത്രയൊക്കെ ഉണ്ടായിരുന്നു അല്ലേ? ഇത്രയൊക്കെ ഉണ്ട് കേട്ടോ, പഠിച്ചോളാം. അപ്പൊ ആൻസർ എന്താണ് പറയാ, x/2 ഇൻറ്റു റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ പ്ലസ് a²/2 ഇൻറ്റു സൈൻ ഇൻവേഴ്സ് x/a. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് ഇതിന്റെ ക്വസ്റ്റ്യൻസുകൾ അങ്ങോട്ട് ചെയ്യാം. ഇതിന്റെ ക്വസ്റ്റ്യൻസുകൾ ഞാൻ 2 എണ്ണം ചെയ്ത് കാണിക്കാം. എന്തായാലും നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കും. ഓക്കെ, ദാറ്റ് ഈസ് റൂട്ട് ഓഫ്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്, റൂട്ട് ഓഫ് 9 മൈനസ് എക്സ് സ്ക്വയർ dx. Root of 9 minus x square dx, that is root of 9. 9 can be written as 3 square minus x square. Okay, integral. ആദ്യം ചെയ്യേണ്ടത് ആ 9 എന്നുള്ളതിനെ 3 സ്ക്വയർ എന്നാക്കുക. അപ്പൊ റൂട്ട് ഓഫ് 3 സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ഈസ് ഇൻ ദ ഫോം ഓഫ് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ. ഇവിടെ ഈ എ സ്ക്വയർ എന്നുള്ളതാണ് 3 സ്ക്വയർ. അപ്പൊ എയുടെ സ്ഥാനത്ത് 3, അത്രേ ഉള്ളൂ. അവനെ അങ്ങോട്ട് പണി ചെയ്യണം, നോക്കാം. ദാറ്റ് ഈസ് x/2 ഇൻറ്റു റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ. ഇത് തന്നെ, ദാറ്റ് ഈസ് 3 സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ പ്ലസ് വാട്ട് ഈസ് a²/2 എന്ന് പറയുമ്പോൾ ഇവിടെ a സ്ക്വയർ എത്ര മോനെ? 3 സ്ക്വയർ. അപ്പൊ a²/2 3 സ്ക്വയർ/2, ദാറ്റ്സ് ഓൾ. ഓക്കെ, 3 സ്ക്വയർ/2 ഇൻറ്റു സൈൻ ഇൻവേഴ്സ് x/a എന്നാണ്. ഇവിടെ എയുടെ സ്ഥാനത്ത് ആരാ മോനെ? 3/. ഓക്കെ, അപ്പൊ സൈൻ ഇൻവേഴ്സ് x/3. ഇനി സിംപ്ലിഫൈ ചെയ്യണമെങ്കിൽ ഇതിനെ 9 ആക്കാം, ഇത് 9 ആക്കാം, അത്രയൊക്കെ ഉള്ളൂ കേട്ടോ, വലിയ പ്രശ്നമൊന്നുമില്ല. ഇവനൊന്ന് അപ്ലൈ ചെയ്യാൻ പഠിക്കുക. ഓക്കെ, രണ്ടാമതൊരു ക്വസ്റ്റ്യൻ, റൂട്ട് ഓഫ് 25 മൈനസ് 16x സ്ക്വയർ dx. ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ചോദ്യം. ഓക്കെ, 25 മൈനസ് 16x സ്ക്വയർ. ഇവിടെ നമുക്ക് ആദ്യമേ റിസൾട്ട് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് എക്സ് സ്ക്വയറിന്റെ കോഎഫിഷ്യന്റ് ആയ 16 കോമൺ എടുത്ത് റൂട്ടിൽ നിന്ന് പുറത്ത് വരുത്തുക. ഓക്കെ, അപ്പൊ അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ടത് ഇന്റഗ്രൽ റൂട്ട് ഓഫ് 16 can be taken as common from these two terms. In bracket we get first term is 25/16 minus x square second term. Okay, അപ്പൊ നമുക്ക് 16 into 25/16 minus x square ഇങ്ങനെയാവും. ഓക്കെ, 16 റൂട്ടിൽ നിന്ന് പുറത്ത് വരുത്തണം മോനെ. പുറത്ത് വരുത്തുമ്പോൾ 4 ആണ് കേട്ടോ. 4 into 16 അല്ലേ റൂട്ടിനുള്ളിൽ, പുറത്ത് വരുമ്പോൾ 4 into റൂട്ട് ഓഫ് 25/16 ഹോൾ സ്ക്വയർ ആക്കുമ്പോൾ 5/4 the whole square. അത് തന്നെ 5/4 the whole square minus x square dx. ഇപ്പൊ പോലെ നോക്കിക്കേ, ഈ റിസൾട്ട് പോലായി. എ സ്ക്വയർ എന്നുള്ളത് 5/4 the whole square. അപ്പൊ എയുടെ സ്ഥാനത്ത് ആരാ മോനെ? 5/4, അത്രേ ഉള്ളൂ. അങ്ങോട്ട് അപ്ലൈ ചെയ്യണം. ഓക്കെ, 4 ഇട്ട ശേഷം ഒരു ബ്രാക്കറ്റ് ഇട്ട് വേണം ആൻസർ തുടങ്ങാൻ. ഇവിടെ തൊട്ട് x/2, that is x/2 into root of 5/4 the whole square minus x square plus what is a²/2? A square is here 5/4 the whole square. a²/2 is 5/4 the whole square by 2. Okay, 5/4 the whole square
ബൈ 2. ഇതാണ് എ സ്ക്വയർ ബൈ 2. ഇനി എന്താ പറയുക, സൈൻ ഇൻവേഴ്സ് എക്സ് ബൈ എ എവിടത്താണ് 5/4. ഓക്കെ, ഇനി നിങ്ങൾക്ക് വേണേൽ സിംപ്ലിഫൈ ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ, ഞാൻ ഒന്നും ചെയ്യുന്നില്ല. ഈ എക്സ് ബൈ 5/4 എന്നുള്ളതിന് 4 അങ്ങ് മണ്ടയ്ക്ക് 4x/5 എന്ന് എഴുതാം. ഇവിടെ 25/16 എന്ന് വരും. 25/16 താഴെ ഒരു 2 ചേരുമ്പോൾ ആ 16 2 അങ്ങ് ഒരുമിച്ചങ്ങാവും 25/32. ഓക്കെ, ബാക്കി 20 വേണമെങ്കിൽ അങ്ങനെയൊക്കെ എഴുതാം. ഒരു സ്റ്റെപ്പോടൊക്കെ എഴുതി കഴിഞ്ഞാൽ ടീച്ചേഴ്സിന് ഇച്ചിരി സന്തോഷം കിട്ടും, മാർക്ക് ഫുള്ള് കിട്ടും. ഇതിനാലും കുഴപ്പമൊന്നുമില്ല, മാർക്ക് തരും. ഓക്കെ, ഫുള്ള് കിട്ടും. ഇങ്ങനെയൊക്കെയാണ് ഇവനെ ചെയ്യുന്നത്. ഒരു റിസൾട്ടും അതിന് 2 പ്രോബ്ലംസും. സെറ്റ് ആയില്ലയോ? ഓക്കെ ആയല്ലോ? ഇങ്ങനെ വേണം നമ്മൾ പഠിക്കാൻ. ഞാൻ പഠിച്ചു എന്ന് പറയാം. ഒരാൾ ചോദിക്കും, നീ എന്തോടെ പഠിച്ചത്? ഞാൻ ഇന്ന് റിസൾട്ട് പഠിച്ചു, അതിന്റെ 2 ചോദ്യം പഠിച്ചാണ്, എനിക്കിപ്പോൾ അത് അറിയാം എന്ന് നിങ്ങൾ ഓർപ്പിക്കണം. ഞാനൊരു ക്വസ്റ്റ്യനോട് നിങ്ങൾക്ക് ചെയ്യാനിട്ട് തന്നേക്കാം. ദാറ്റ് ഈസ് √4 മൈനസ് 49x². ഓക്കെ, നിങ്ങൾക്ക് പ്രാക്ടീസ് ആയിക്കോട്ടെ. അപ്പൊ അവിടെ എന്താ ചെയ്യേണ്ടത്? ഇവിടുത്തെ പോലെയുള്ളൊരു ക്വസ്റ്റൻ ആണ്. 16 എന്നുള്ളതിന് വരെ 49. അപ്പൊ 16 കോമൺ എടുത്ത പോലെ 49 കോമൺ എടുത്തങ്ങ് ചെയ്യണം. ഓക്കെ, അപ്പോൾ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിലോട്ട്, ഒത്തിരി കുട്ടികളുണ്ട്, നിങ്ങൾക്ക് ഫ്രണ്ട്സായിട്ട് ഇഷ്ടപ്പെട്ടാൽ മീൻസ് പ്രയോജനപ്പെടുന്നതാണെങ്കിൽ ഉറപ്പായിട്ടും മക്കളെ ഒരു മടിയും വിചാരിക്കല്ലേ, ഷെയർ ചെയ്യുക. പിന്നെ ഇതുപോലെ ക്ലാസ്സുകൾ വരും. ഓക്കെ, നന്നായിട്ട് നിങ്ങൾക്ക് എക്സാമിന്, പബ്ലിക് എക്സാമിനൊക്കെ അടിപൊളി ക്ലാസ്സുകളായിരിക്കും. ഓക്കെ, എല്ലാവരും നമ്മുടെ ചാനൽ ഫോളോ ചെയ്യണം. പിന്നെ എല്ലാ ന്യൂസുകളും നിങ്ങൾക്ക് എക്സാം റിലേറ്റഡ് ആയിട്ടുള്ള ഏത് ന്യൂസുകളും, മാറ്റം വരുന്നത്, പ്രാക്ടിക്കൽ ബേസ്ഡ് എല്ലാത്തിനുള്ള ന്യൂസുകൾ നമ്മുടെ ഈ ചാനലിൽ കൂടെ ആദ്യം വന്നിരിക്കും കൃത്യമായിട്ട്. ഓക്കെ, അതുകൊണ്ട് ആരുമേ ഫോളോ ചെയ്യാതെ പോകരുത്. സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കണം. ബെൽ ബട്ടനൊക്കെ മറക്കാതെ തല്ലി പൊട്ടിച്ചേക്കണം എന്ന് പറഞ്ഞാൽ മറക്കാതെ എല്ലാം ഓൺ ചെയ്തിട്ടേക്കണം. ഓക്കെ, എല്ലാവരും നന്നായിട്ട് പഠിക്കുക. നമ്മുടെ ക്ലാസ്സുകളൊക്കെ കാണുമ്പോൾ ഞാൻ പറഞ്ഞ പോലെ എപ്പോഴും നിങ്ങൾ ചുമ്മാതെ കാണുകയല്ല, എഴുതി പഠിക്കണം കേട്ടോ, എന്നെങ്കിലേ നിങ്ങൾക്കൊക്കെ ഓർമ്മയിലിരിക്കുള്ളൂ. അപ്പൊ നന്നായിട്ട് പഠിക്കാനുള്ള മനസ്സുണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. Goodbye.